ലോക കിരീടം നേടിയ പകിട്ടോടെ എത്തിയ ഇന്ത്യയെ ലോകകപ്പിന് യോഗ്യത നേടാൻ കഴിയാതിരുന്ന സിംബാബ്വെ ഒന്ന് പേടിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ഇത് 3-ാം തവണയാണ് ഇന്ത്യ ഇതേ മൈതാനത്ത് സിംബാബ്വെയോട് തോൽക്കുന്നത്. ബാറ്റിംഗ് ദുഷ്കരമായിരുന്ന വിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെയെ ബാറ്റിംഗിന് അയച്ചു. ഓപ്പണർ കയ്യ 0-ന് പുറത്തായെങ്കിലും മഡ്വീരയും ബെന്നറ്റും സാഹചര്യം മനസ്സിലാക്കി കളിച്ചു. 2-ാം വിക്കറ്റിൽ 34 റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കി. പിന്നാലെ ക്യാപ്റ്റൻ റാസയുടെ വക 17 റൺസ്, മേയേഴ്സ് 23-ഉം മഡാൻ്റെ 29 റൺസ് നേടി സിംബാബ്വെ ഈ പിച്ചിൽ 115 എന്ന പൊരുതാവുന്ന സ്കോറിൽ എത്തി. രവി ബിഷ്ണോയ് ഇന്ത്യക്കായി 13 റൺസിന് 4 വിക്കറ്റ് വീഴ്ത്തി. വാഷിംഗ്ടൺ സുന്ദർ 11 റൺസിന് 2 വിക്കറ്റും വീഴ്ത്തി. ആവേശ് ഖാനും ഖലീൽ അഹമ്മദും ചേർന്ന് 7 ഓവറിൽ 57 റൺസ് വഴങ്ങി. അഭിഷേക് ശർമ്മ 2 ഓവറിൽ 17 റൺസും വഴങ്ങി. ഇത് രണ്ടും ഇന്ത്യക്ക് തിരിച്ചടിയായെന്ന് മത്സരഫലം സൂചിപ്പിക്കുന്നു. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ അതിവേഗം ജയിച്ചു കയറുമെന്ന് കരുതിയവർക്ക് തെറ്റി. അഭിഷേകിനെ 0-ന് പുറത്താക്കി ബെന്നറ്റ് ആദ്യ വെടിപൊട്ടിച്ചു. പിന്നീട് വിക്കറ്റിൻ്റെ ഘോഷയാത്രയായിരുന്നു. ക്യാപ്റ്റൻ ഗിൽ ഒരറ്റത്ത് പിടിച്ചു നിന്നെങ്കിലും സഹായത്തിന് ആളുണ്ടായില്ല. ഇന്ത്യയുടെ 8 കളിക്കാരാണ് 2 അക്കം കാണാതെ പുറത്തായത്. ഇതിൽ 3 പേർ 0-നും പുറത്തായി. അഭിഷേക് ശർമ്മ, റിങ്കു സിംഗ്, മുകേഷ് കുമാർ എന്നിവരാണ് സംപൂജ്യരായി മടങ്ങിയത്. ഗെയ്ക്വാദ് 7, പരാഗ് 2, ജുറൽ 6, ബിഷ്ണോയ് 9 എന്നിങ്ങനെ പോകുന്നു സ്കോർ ബോർഡ്. വാലറ്റത്ത് 27 റൺസുമായി വാഷിംഗ്ടൺ സുന്ദറും 16 റൺസുമായി ആവേശ് ഖാനും പിടിച്ചു നിന്നതാണ് വലിയ തോൽവി ഒഴിവാക്കിയത്. സിംബാബ്വെക്കായി ക്യാപ്റ്റൻ സിക്കന്ദർ റാസയും ചത്താരയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. ബാക്കി ബോളേഴ്സെല്ലാം ഓരോ വിക്കറ്റ് വീതം നേടി. 2-ാമത്തെ മത്സരം നാളെ ഇതേ സ്റ്റേഡിയത്തിൽ ഇതേ സമയത്ത് നടക്കും.